വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു പുതിയ ചാലഞ്ചാണ്. അപ്പോൾ ചാലഞ്ചിന്റെ പേര് വാട്ടർ ഫില്ലിംഗ് ചാലഞ്ച്. അപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാനലിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചേട്ടൻ എൻ്റെ കൂടെ ഇട്ടാ. ചേട്ടാ വാ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ചാലഞ്ച് തുടങ്ങാട്ടെ. നമ്മൾ എക്സ്പെർട്ട് ചെയ്യണം. ചെറുതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, കണ്ടിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ കൂടുതൽ വെച്ചിരിക്കാണ്. അത് ഇനി വേണ്ട. വെള്ളമുണ്ടല്ലോ. ഓക്കെ, അടുത്ത കുപ്പി നമ്മൾ ഫുൾ കുപ്പിയാണ്. അത് ഉപയോഗിക്കാനുള്ളത് കറുത്തുമ്പളെങ്കിൽ കൊറേ വെള്ളം വരും. അത് കുപ്പി ഞാൻ തുറക്കട്ടെ. ഓക്കെ, ഇപ്പൊ തുഞ്ചത്താണ് എത്തിക്കണം. അത് ഫുൾ കുപ്പി കൊണ്ടാണ് നമ്മൾ ഒഴിക്കണേ. അപ്പൊ നോക്കാം. ഓക്കെ, വീണു. ഗൈസ്, തുഞ്ചത്താണ് കട. ഞാൻ കാട്ടിയപ്പോ കാണാനറിയും. ഞാൻ നോക്കിയാട്ടെ, കാണിക്കാം. പോയാലും കൂട്ടിട്ടാ. ഓക്കെ, പോയില്ല എന്തോ കാര്യത്തിന്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഊതി അത് അടിയിലോട്ട് പോവാ. അത്ര ഇതായിട്ടാണ് നിൽക്കണേ. നമുക്ക് ഒരു തുള്ളി ഇതുവരെ വീണിട്ടില്ല കേട്ടത്. ഇത് വീഴുമ്പോ അത് ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോ എനിക്കൊരു പണിഷ്മെന്റ് ഉണ്ടാവും. ചേട്ടൻ ഒരു പ്രാവശ്യം ചേട്ടൻ പണിഷ്മെന്റ് ഞാൻ നമ്മൾ കുറച്ച് ഇപ്പൊ വീഴുന്നുള്ള അവസ്ഥയുണ്ട്. കണ്ടോ, നോക്കൂ. കാണാനൊന്നും രീതിയാ. കണ്ടോ, ഇത്ര തുള്ളിയായി. നമ്മളൊന്ന് തൊട്ടി അപ്പ വെള്ളം വീഴും, അങ്ങനത്തെ രീതിയായി. അപ്പൊ ചാലഞ്ച് തുറന്നുകൊടുക്കാം. ഇനി വീണ്ടും ചേട്ടൻ അല്ല ഇനി ഞാനാട്ടാ. ചെറിയ ടെൻഷൻ ഉണ്ട്. പണിഷ്മെന്റ് വീണില്ലേ? അത് നേരത്തെ വരുന്നതാ. കുപ്പിന്ന് പോയതാ. അത് കുപ്പിന്ന് പോയതാട്ടെ ഗൈസ്. കുപ്പി കാണിച്ചു. ഉണ്ടോ, ഇങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ. ആ വെള്ളത്തിന്റെ ഒരു കുഞ്ഞ ലെയർ കാണാൻ പറ്റും. ഇപ്പൊ വീടില്ലെന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഞാനാണ് ഗൈസ്. എന്റെ പൊന്നെ, ഇതിപ്പോ വീഴും കേട്ടാ. നടക്കൊക്കെ ഓ ഗൈസ്, ഇത് പോയിട്ടില്ല ഗൈസ്. പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അതിപ്പോ കുപ്പിന്ന് പോയതാ. കുപ്പിന്ന് പോയതാ നമ്മള് കണ്ടു. അത് അയ്യോ, ലെയർ കാണാൻ പറ്റുന്നുണ്ട്. കുപ്പിന്ന് പോയതാണ്. അതെ, ലെയർ കാണാൻ പറ്റുന്നുണ്ട്. കൃത്യ ലെയർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, വയ്ക്കല്ലേ. ഉണ്ടോ ഗൈസ്, പോയിട്ടില്ല. ഇതേവരെയായിട്ടും പോകുന്നില്ല അത്. അപ്പോൾ നമുക്കിനി ഞാനാണ് ഈ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഒഴിക്കാം. അത് കുപ്പിന്ന് പോയതാ. ശ്രദ്ധിച്ചോയിക്കിട്ടാ.
കഴിഞ്ഞു വീണു. ലാസ്റ്റ് മിനിറ്റാ പോയിട്ടോ ഗൈസ്. പോയി ഗൈസ്. അപ്പൊ ഞാനാണ് പണിഷ്മെന്റ്. അപ്പൊ പണിഷ്മെന്റ് എന്താന്ന് ഇപ്പൊ അറിയാട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ പണിഷ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ കഴിക്കലാണ് കേട്ടോ. ഇതേ ലെമൺ ഇത് കുട്ടാടാൻ കഴിക്കണം. ബാ കഴിച്ചട്ടാ. അതും വെറുതെ കഴിക്കലല്ല, നോ എക്സ്പ്രഷൻ ആണ്. ഞാൻ ഇങ്ങനെയൊന്നും കാട്ടാൻ പാടില്ല. കണ്ണാടി കാണില്ല. അങ്ങനെയൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വാ, നീ കാണില്ല. ഇങ്ങോട്ട് വാ, ഇവിടേക്ക്. ഇവിടെ അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഞാൻ നിൽക്കണ്ടോ? ഇത്രയും പറഞ്ഞ ആരെങ്കിലും ഞാൻ കഴിക്കണം, അതാലോചിക്കുമ്പോഴാണ് കഴിക്കാൻ പോലെട്ടോ. എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സ്പ്രഷൻ ചെയ്യാൻ വീണ്ടും ഒരു പണിഷ്മെന്റ് ഉണ്ടാവും കേട്ടോ. കഴിക്കണം. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം, അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കിട്ടും കേട്ടോ. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഒരു പണിഷ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. ആദ്യമായിട്ടാണ് കളിച്ചത്. എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. ഗൈസ് എക്സ്പ്രഷൻ ടേസ്റ്റ് വീണ്ടും ഒരു പണിഷ്മെന്റ് കിട്ടി ഗൈസ്. അപ്പൊ ആ പണിഷ്മെന്റ് പറയാം. ഓക്കെ നമുക്ക് പണിഷ്മെന്റ് നോക്കാം. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് ഇനി ചേട്ടൻ്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വീണ്ടും നാരങ്ങ കഴിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് പണിഷ്മെന്റ്. അപ്പൊ ചേട്ടൻ നാരങ്ങ എടുക്കാനായിട്ട് പോയിക്കാണ്. അപ്പൊ നമുക്ക് അപ്പൊ കാണാം. ദേ ചേട്ടൻ ദേ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ ചാനലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു രണ്ടാമത്തെ പണിഷ്മെന്റ് നമ്മൾ മാറ്റിയിട്ട് ഒരു റൗണ്ട് കൂടെ വെച്ചു. ഇരിക്കട്ടെ, അപ്പോൾ ഒരു റൗണ്ട് വെച്ചു. അപ്പം അതിൽ തോക്കുന്നവര് ഈ നാരങ്ങ കഴിക്കണം കേട്ടോ. അപ്പോൾ ആരെ തൂക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഇത് ഈ രണ്ടാമത്തെ ചാലഞ്ച് തുടങ്ങാം. അപ്പോൾ ചേട്ടൻ ദേ വരുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഇനി ഇതിലാണെങ്കിൽ തുടങ്ങിയാൽ മനഃപൂർവ്വം നല്ലപോലെ കഷ്ടപ്പെട്ട് കളിക്കും. ഭഗവാന് ഫുള്ളും കൂടി വയ്ക്കാനില്ലേ? ഓക്കെ കേട്ടോ, ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണാൻ പോണേ. ഓക്കെ പേടിയുണ്ട്. കയ്യൊക്കെ നല്ലപോലെ പോയി ഗൈസ്. അപ്പൊ ഇനി ഇതില് ഞാൻ തോറ്റു ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളം കൊണ്ടിട്ടോ അവിടെ കുഴപ്പമില്ല. അപ്പൊ തോറ്റു. അപ്പൊ ഇനി അമ്മാളുവിന്റെ ഇതാണ് കേട്ടോ. ഇനി അമ്മാളും നിന്നോ. നാരങ്ങ എക്സ്പ്രഷൻ നോ എക്സ്പ്രഷൻ ആണ്. ഞാൻ കാട്ടിത്തരാം. കഴിക്കണോ? ആ ഓക്കെ, അതെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണ്. ഓക്കെ ഇടാൻ ഗൈസ്. കുരു ഉണ്ട്. കുരു എനിക്ക് ഇഷ്ടമല്ല. മാറ്റി കുരു ഒക്കെ, പക്ഷെ തൊലിയുടെ നീരൊക്കെ ചപ്പണം. തൊലിയാണെങ്കിൽ കഴിക്കണ്ട ചപ്പണം. ഞാൻ കഴിച്ചാൽ മതി. ഓക്കെ എനിക്ക് ടാസ്ക് കിട്ടി ഗൈസ്. ഞാൻ പോയി ഗൈസ്. നോ എക്സ്പ്രഷൻ ആണ് കേട്ടോ. നോ എക്സ്പ്രഷൻ. നല്ല ശബ്ദങ്ങളൊക്കെ കേൾക്കാനുണ്ട്. ഓ ഗൈസ് എക്സ്പ്രഷൻ ഇട്ടു കേട്ടോ. എക്സ്പ്രഷൻ ഇട്ടു, ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടു. അപ്പൊ നമുക്ക് ഇനി ഒരു പണിയും കൂടി കൊടുക്കണം. അപ്പം ഗൈസ് ഇപ്പം എനിക്കിപ്പോൾ ഞാൻ നാരങ്ങ കഴിച്ചു. ഇനി കുട്ടേട്ടൻ എന്തോ ഒരു സാധനം എനിക്ക് വീണ്ടും പണിഷ്മെന്റ് തരാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പണിഷ്മെന്റ് എന്താ വെച്ചാൽ ഉപ്പുവെള്ളമാണ് കേട്ടോ. അപ്പൊ ഉപ്പുവെള്ളം എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം. ഇപ്പൊ എക്സ്പ്രഷൻ ഇട്ടാലും കുഴപ്പമില്ല, ഫുള്ള് കുടിക്കണം. അതാണ്
ചലഞ്ച് ഉപ്പ് വെള്ളമാണ്, ഫുള്ള് ഉപ്പ് വെള്ളമാണ് ഇത്, ഫുള്ള് ഉപ്പ് വെള്ളമാണ്. നോക്കാം. അപ്പോൾ ഗൈസ് ദേ അവൾ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്പ്രഷൻ ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഫുള്ള് ഉപ്പ് എപ്പോഴും ചലഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്നുവെച്ചാൽ എപ്പോഴും പണിഷ്മെന്റ് കൊടുത്താൽ ചത്തുപോയില്ലേ പാവം, അതനുസരിച്ചാണ്. അപ്പോൾ എക്സ്പ്രഷൻ വരാണ്ട് കഴിക്കണം എന്ന് പറയുന്നത്. അതന്നെ കഴിച്ചാൽ മതി, പണിഷ്മെന്റ് ആണ്. നീ ഇതല്ലേ തോറ്റ. വെള്ളം അടിയിലിരിക്കാം, ക്യാമറ അടിയിൽ വെക്കുന്നുണ്ട്, നിൽക്കട്ടോ, സ്റ്റൂള് മാറ്റാം. ഓക്കെ ഇതാ. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്, സ്റ്റൂള് മാറ്റാലേ എൻ്റെ ദേഹം കാണുള്ളൂ. അപ്പൊ ഗൈസ് ദേ അവള് കുടിക്കാൻ പോവാണ് കേട്ടോ ഉപ്പ് വെള്ളം. പിന്നെ എന്താവുമെന്ന് കണ്ടറിയാം. കുടിച്ചാ വേറെ എന്തെങ്കിലും ഇല്ല, അതന്നെ ഉള്ളൂ. പൈസ ഞാൻ കുടിക്കണം, ഭയങ്കര കഷ്ടപ്പാടാണ്. എന്തായാലും നമുക്ക് കുടിക്കാം. തുപ്പിയോടെ വൃത്തികളൊക്കെ എഴുതിട്ട് എനിക്ക് തുറക്കാൻ വയ്യ. കുടിക്കാം ഗൈസ്, കുടിക്കാം. വലിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കുടിക്കണം. ഫുള്ള് കുടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്, പക്ഷെ ഫുള്ള് ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത ചലഞ്ച് ചെയ്യുമ്പോ ഒരു പണിഷ്മെന്റ് കിട്ടും പെർമനന്റ്. അപ്പൊ ഫുള്ള് കുടിക്കണം. ഇത് ഭയങ്കര ഉപ്പിട്ടുണ്ട് ചേട്ടൻ, ബുദ്ധി കൂട്ടാൻ പറഞ്ഞില്ല വേണ്ട. അത് കുഴപ്പമില്ല, കുടിക്കാൻ പറ്റില്ല, എന്നാലും കുടിക്കണം. ഒരു കഞ്ഞിവെള്ളം കുടിക്കാൻ വരെ അങ്ങനെ ചിന്തിച്ചങ്ങനെ കുടിക്കേ. അല്ലെങ്കിൽ നീ മൂക്കടത്തിടിച്ച് കുടിക്കുക, അപ്പൊ കുറച്ചിട്ടുണ്ടാവും. എനിക്കെന്നെ ഉപ്പ് തോന്നുന്നുണ്ട് ഇട്ടത്, അത്ര ഉപ്പാണ്. മതി ഗൈസ്, ഞാൻ ഫുള്ള് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല കുറച്ചും കൂടി ഞാൻ കുടിക്കാം. തുപ്പാൻ വയ്ക്കാൻ കേട്ടോ. ലാസ്റ്റ് അടിഭാഗമാകുമ്പോ നല്ലപോലെ ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ്. അതെ ഭയങ്കര ഉപ്പ് കേട്ടോ, ഭയങ്കര ഉപ്പുണ്ട്. ഇത് കുറച്ചും കൂടി ഇട്ട് അത് കുടിക്കണ. വേണ്ട മതി, അനിയത്തിയല്ലേ പാവല്ലേ, വിട്ടു കൊടുക്കാം. വേണ്ട. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പൊ ചേട്ടനും ഒരു പണി കിട്ടി, എനിക്കും ഒരു പണി കിട്ടി. ചേട്ടൻ എക്സ്പ്രഷൻ അവൾക്ക് 2 പണി കിട്ടിട്ടോ. ചേട്ടൻ എക്സ്പ്രഷൻ കണ്ട കഴിച്ചു, പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പൊട്ടേ വിചാരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടി ഗൈസ് ഭയങ്കര ഒരു സാധനമായിരുന്നു. എന്തുവായിരുന്നു അത്, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.